നാട്ടുസഞ്ചാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഗവി യാത്ര തുടരുകയാണ്. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത് ഗവിയിൽ നിന്നും വാഗമണ്ണിലേക്കുള്ള യാത്രയിൽ പരുന്തംപാറ എന്ന സ്ഥലത്ത് വെച്ചാണ്. പരുന്തുംപാറയിലെ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര തുടരുകയാണ്. ഇനി പോകുന്നത് വാഗമണ്ണിലേക്കാണ്. അതിനിടയ്ക്ക് ലഞ്ച് കഴിക്കണം. ഗായക സംഘം പരിപാടി തുടങ്ങിയിട്ടുണ്ട്. മണിയെ പിടിക്കണം, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. तेरे बिना भी क्या जीना अंजाना मैंने नहीं जाना तूने नहीं जाना तेरे मेरे बीच में तेरे मेरे बीच में कैसा है ये बंधन अंजाना അടിയനടി റകമ്മ പല്ലക്ക് നെരുപ്പ് എന്നഞ്ച് കൊടുങ്ങുന്നു ചെറുകണ്ണാടി പാമ്പനാണ് അടിയനടി റാഖ് അടി റകമ്മ പല്ലക്ക് നെരിച്ച് എന്നഞ്ച് കൊടുങ്ങുതടി പല്ലാണ് ഇനക്കിതടി അഞ്ചു മിനിറ്റ് കൊണ്ട് നമ്മൾ ഹോട്ടലിൽ എത്തുന്നു. മണിമാല എൻ കഴുത്തുക്ക് പഴുത്ത മേടി അഞ്ചാറ് തുടങ്ങാത്ത മണിമാല കഴുത്തിട്ട് പൊരുത്ത വെടി കഴുത്തിട്ട് പൊരുത്ത മടി അമ്പൂരും വിളാശി പാത്താലും അവമനക്ക് ഒരുത്ത മടി അമ്പൂരും വിളാശി പാത്താലും അവമനക്ക് ഒരുത്ത മടി അടിയനടി അടിയനടി ശൃംഗാരമധുരയിൽ കഥ ദിനം ദിനം നടക്കുന്നടി ഹരിതപ്പാ
നമ്മളിപ്പോൾ പീരുമേടെത്തി. ഇവിടെയാണ് ഇന്ന് ലഞ്ച് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹോട്ടൽ നേരത്തെ തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളതാണ്. അവിടേക്ക് നമ്മൾ എത്തിയതിന്റെ ഇൻഫർമേഷൻ ഹോട്ടലിന് നൽകിയിട്ടുണ്ട്. ഇതാണ് ഹോട്ടൽ. ലഞ്ച് കഴിഞ്ഞ് യാത്ര തുടരുകയാണ്. പീരുമേടിന്റെ സൗന്ദര്യം ആസ്വദിച്ചാണ് യാത്ര. പീരുമേട്ടിൽ തോട്ടങ്ങളാണ് കൂടുതലുള്ളത്. അതിൽ തന്നെ തേയിലത്തോട്ടമാണ് ബഹുഭൂരിപക്ഷവും. പിന്നെ ഏലവും കാപ്പിയും ഒക്കെ ധാരാളമായി കൃഷി ചെയ്യുന്നുണ്ട്. ഈ തേയിലത്തോട്ടം ഹാരിസന്റേതാണ്. തേയിലത്തോട്ടങ്ങളുടെ കാഴ്ച ഒന്ന് വേറെ തന്നെയാണ്. തേയിലച്ചെടികൾ ഒരേ നിരപ്പിൽ വെട്ടി നിർത്തിയത് കൊണ്ടാകാം ഈ ഭംഗി. പൂന്തോട്ടങ്ങളിൽ ചില ചെടികൾ വെട്ടി നിർത്തുന്നത് പോലെ ഇവിടെ ഹെക്ടർ കണക്കിന് ഇങ്ങനെ നിരന്നു നിൽക്കുന്നു. എത്ര കണ്ടാലും മതിയാവില്ല. ചെറിയൊരു മിസ്റ്റ് കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ കാഴ്ച വേറൊരു ലെവലായേനെ. ഇവിടെ ഒരു ചർച്ചുണ്ട്. ആരോ മരണപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഭൗതിക ശരീരം പള്ളി സെമിത്തേരിയിൽ അടക്കം ചെയ്യുന്നതിനുള്ള ആൾക്കൂട്ടമാണ് കാണുന്നത്. നമ്മളിപ്പോൾ വാഗമണ്ണിനടുത്തെത്തി. നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം വാഗമണ്ണിൽ പുതുതായി ആരംഭിച്ച അഡ്വഞ്ചർ പാർക്ക് കാണുക എന്നതാണ്. അവിടേക്ക് പോകുന്നത് ഇവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാണ്. തിരിയുന്ന ഭാഗത്ത് ദിശാപഥകങ്ങളൊന്നും തന്നെ കണ്ടില്ല. എവിടെയെങ്കിലും ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. പാർക്കിലേക്ക് കടക്കാൻ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിന്റെ പാർക്കിംഗ് ഏരിയയിലെത്തി. ധാരാളം വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നടന്നു വേണം അഡ്വഞ്ചർ പാർക്കിലെത്താൻ. ഒരു 500 മീറ്റർ ദൂരമുണ്ടാകും അവിടേക്കെന്ന് തോന്നുന്നു. വഴി ടൈൽസ് പാകി മോടി പിടിപ്പിച്ചിട്ടുണ്ട്. അഡ്വഞ്ചർ ആക്ടിവിറ്റിയുടെ ഭാഗമായ ഒരു ഗ്ലൈഡർ ആകാശത്ത് കാണുന്നുണ്ട്. ഒട്ടും അടുക്കും ചിട്ടയും ഇല്ലാതെയുള്ള ചില ആക്ടിവിറ്റി നിർമ്മിതികൾ അവിടെ ഇവിടെ കാണുന്നുണ്ട്. അടുത്തു ചെന്നാൽ അറിയാം എന്താ ഏതാ എന്ന്. ഒറ്റ നോട്ടത്തിൽ ഒട്ടും പ്രൊഫഷണൽ അല്ല എന്ന് തോന്നുന്നു. ഇതടുത്ത കാലത്ത് ഉദ്ഘാടനം ചെയ്ത ഒരു പാർക്കാണ്. നിർമ്മാണങ്ങളൊന്നും പൂർത്തിയാകാത്തതോ അതോ ഇത്രയൊക്കെ ഉള്ളോ എന്നറിയില്ല.
ഞങ്ങൾ ഇപ്പോഴുള്ളത് അഡ്വഞ്ചർ ആക്ടിവിറ്റികൾ നടക്കുന്ന സ്ഥലത്താണ്. ദൂരെ നിന്ന് കണ്ടതിനേക്കാൾ കഷ്ടമാണ് അടുത്ത് വന്നപ്പോൾ ഇവിടുത്തെ സ്ഥിതി. യാതൊരു ധാരണയുമില്ലാതെ എന്തൊക്കെയോ കുറെ നിർമ്മിതികൾ. ഇത് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ടീവ് ചെയ്തവരെ നമിക്കണം. റിട്ടയർ ചെയ്തെങ്കിലും ഞാനും ഇവരുടെ വർഗത്തിൽപ്പെട്ട ഒരു എഞ്ചിനീയർ ആണെന്നുള്ളതിൽ ലജ്ജിക്കുന്നു, തലകുനിക്കുന്നു. ഇങ്ങനെയും പണം ദുരുപയോഗം ചെയ്യാൻ കഴിയുമെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ ഇതിന്റെ ശില്പികൾക്ക് കഴിഞ്ഞു എന്ന് സമാധാനിക്കാൻ. ഒരു ഭംഗിയുമില്ലാത്ത ചില റൈഡുകൾ, അതും ഒട്ടും ഭംഗിയില്ലാത്ത ലാൻഡ്സ്കേപ്പിന് മുകളിൽ. ചോദിച്ചാൽ പറയും പ്രകൃതിയെ ശല്യപ്പെടുത്താതെ ഉള്ള ഒരു നിർമ്മിതിയാണിതെന്ന്. പക്ഷെ കാട് വെട്ടുകയും ചെറിയ പാറക്കല്ലുകൾ റൈഡുകളുടെ അടിയിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് എന്ത് ദോഷമാണ് പ്രകൃതിക്ക് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. സത്യത്തിൽ ഇത് കാണുമ്പോൾ നാം നമ്മളെ തന്നെ വെറുത്തുപോകും. ഇനി ഇവിടെയുള്ള ചില അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് കണ്ടോളൂ. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ അഡ്വഞ്ചർ ആണെന്ന തോന്നൽ വേണം. ബ്യൂറോക്രാറ്റിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇതിന് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ഇവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വമാണ്, പ്രത്യേകിച്ച് ഭരണകർത്താക്കൾ. യാതൊരു മുൻകാഴ്ചയുമില്ലാത്ത ഭരണാധികാരികളാണ് നമുക്ക് എല്ലായ്പ്പോഴും കിട്ടുന്നത്. അത് നമ്മുടെ വിധി, അല്ലാതെന്ത് പറയാൻ. ടിക്കറ്റ് എടുത്ത് ഇവിടെ എത്തിയാലും പിന്നെ ഏത് ആക്ടിവിറ്റി നടത്തുന്നതിനും ടിക്കറ്റ് എടുക്കണം. സാമാന്യം നല്ല റേറ്റ് ഉണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള ഗുണം ഒരു ആക്ടിവിറ്റിക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. ഉദാഹരണമായി ഗ്ലാസ് ബ്രിഡ്ജ് എന്ന പേരുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ. അത് സത്യത്തിൽ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയാൻ നാണം തോന്നും. അങ്ങനെയാണ് അതിന്റെ നിർമ്മിതി.
പിന്നെ അഡ്വഞ്ചർ ആക്ടിവിറ്റി എന്ന പേരിൽ കുറെ കുട്ടിക്കളികളും ഉണ്ട് ഇവിടെ. വിനോദസഞ്ചാരത്തിൽ നമ്മൾ ഒന്നാം സ്ഥാനത്തെന്ന് പറയും പോലെ ഇത് കണ്ടാൽ ഫൂൾസിന്റെ കാര്യത്തിലും നമ്മൾ ഒന്നാം സ്ഥാനത്താണെന്ന് തോന്നും. ഏതെങ്കിലും ഒരു വിദേശി അബദ്ധത്തിൽ ഇവിടെ എത്തിയാൽ എന്താണ് സ്ഥിതി? അവരുടെ കാഴ്ചയിൽ ഇവിടം ഗോഡ്സ് ഓൺ കൺട്രി അല്ല, ഫൂഡ്സ് ഓൺ കൺട്രി ആണെന്ന് മനസ്സിലാകും. ഇത് ഇവിടെ ഒരു മിടുക്കി ആ ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടാൻ പോവുകയാണ്. ബന്ധുക്കൾ താഴെ പേടിയോടെ നോക്കി നിൽപ്പുണ്ട്. കൂട്ടത്തിൽ ആ കുട്ടിയുടെ മകനുമുണ്ട് താഴെ. അമ്മ ചാടിയത് കണ്ട് ആ മകന്റെ കരച്ചിൽ സത്യത്തിൽ എന്നെ സങ്കടപ്പെടുത്തി. ആ മകനാണിത്. കരച്ചിൽ ഇപ്പോഴും നിർത്തിയിട്ടില്ല. വലിയ ഉയരത്തിൽ നിന്നല്ലെങ്കിലും അതിൽ നിന്ന് ചാടി അഡ്വഞ്ചർ ആസ്വദിച്ച ആ കുട്ടിക്കൊരു സല്യൂട്ട്. അഡ്വഞ്ചർ ആക്ടിവിറ്റികൾ കൂടാതെ മറ്റു ചില പൊടിക്കൈകളും ഇവിടെ ഉണ്ട്. സ്പാ, ഫിഷ് സ്പാ തുടങ്ങിയവ. അഡ്വഞ്ചർ പാർക്കൊക്കെ കണ്ട് ഇനി നാട്ടിലേക്ക് പോവുകയാണ്. 2 ദിവസത്തെ യാത്ര അവസാനിക്കുകയാണ്. പിന്നൊരു കാര്യം, ഈ യാത്രയിൽ ഞങ്ങൾക്ക് ചിലവായ സംഖ്യ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. വെറും 2500 രൂപ വീതമാണ് ഓരോരുത്തർക്കുമുള്ള ആകെ ചിലവുകൾ. അതിൽ താമസവും ഭക്ഷണവും മറ്റെല്ലാ ചെലവുകളും പെടും. റാവുത്തർ സാറിന് സല്യൂട്ട്. രാത്രി ഭക്ഷണത്തിനായി നിർത്തിയതാണ് ഇവിടെ. ഇനി നേരെ വീടുകളിലേക്കാണ് യാത്ര. ഈ യാത്രയിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഈ എപ്പിസോഡും ഈ സീരീസും ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ മറ്റൊരു രാജ്യത്തിലേക്ക് നടത്തിയ യാത്രയുടെ കാഴ്ചകളാണ് ഉണ്ടാവുക. രാജ്യം ഏതെന്ന് പറയുന്നില്ല, എങ്കിലും അതിമനോഹരമായിരിക്കും ആ ദൃശ്യങ്ങളെന്ന് മാത്രം ഇപ്പോൾ പറയാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മടിക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മടിക്കണ്ട. അടുത്ത എപ്പിസോഡിൽ കാണും വരെയും ഗുഡ് ബൈ.